എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ പേജ് 29 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 28 ഒരു ചോദ്യം നമ്മൾ ചെയ്തിരുന്നു. ചോദ്യം വായിക്കാം. ചിത്രത്തിൽ ചതുർഭുജം സാമാന്തരികമാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന ചതുർഭുജം സാമാന്തരികമാണ്. ഇറ്റ് ഈസ് ക്വാഡ്രിലാറ്ററൽ എ പാരലോഗ്രാം. ഇതാണ് ചോദ്യം. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിലെ കുറെ അളവുകളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം ഈ ക്വാഡ്രിലാറ്റർ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി. എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം. ഇതില് എന്തെല്ലാം അളവുകളും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ത്രികോണം എ ബി സിയും ത്രികോണം എ ബി സിയും ത്രികോണം എ ബി സി സി ഡി എ അല്ലെങ്കിൽ എ ഡി സി. ഈ രണ്ട് ത്രികോണത്തില് തുല്യ വശങ്ങൾ എ ഡിയും ബി സിയും. അപ്പൊ ആദ്യം എ ബി സി ത്രികോണത്തിലെ വശം എഴുതാം. ബി സി സമം എ ഡി സമം 4 സെന്റിമീറ്റർ. പിന്നെ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് എ സി. നോക്കെ, എ സി ഡി അതിൽ എ സി ഉണ്ട്, എ ബി സി അതിൽ എ സി ഉണ്ട്. അപ്പൊ എ സി സമം എ സി എന്താണ്? പൊതുവായിട്ടുള്ള വശമാണ്. എന്താണ്? പൊതുവശം. അപ്പൊ അത് തുല്യമായിരിക്കും. അതിന്റെ നീളത്തിന് മാറ്റം ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്കൊരു കോണ് തന്നിട്ടുണ്ട്. അവയ്ക്കിടയിലുള്ള കോൺ, ഈ രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള കോൺ തന്നിട്ടുണ്ട്. കോൺ ബി സി എ. കോൺ ബി സി എ സമം കോൺ സി എ ഡി. എത്ര? 35 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കോണുകള് തുല്യം. ഈ രണ്ട് കോണുകളും തുല്യം, രണ്ട് വശങ്ങളും തുല്യം. നോക്കിയേ, 1, 2, 3 കാര്യങ്ങളായി. അതായത് രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും നമുക്ക് കിട്ടി. ഇവിടെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും കിട്ടി. അത് തുല്യമാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ പറയാ? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. Therefore, ത്രികോണം എ ബി സി ത്രികോണം എ ഡി സി ഇവ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കത്തില്ലേ? ഇവിടെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഏതാണ്? ഇതിന്റെ അകത്ത് എ ബിയും ഇതിന്റെ അകത്ത് സി ഡി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പോ എ ബി സമം സി ഡി എന്ന് എഴുതാം. അപ്പൊ എ ബിയും സി ഡിയും തുല്യമാണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇതല്ല നമുക്ക് തെളിയിക്കേണ്ടത്. എന്താണ് തെളിയിക്കേണ്ടത്? സാമാന്തരികമാണ്. അപ്പൊ എ ബി സി ഡിയും തുല്യം, ഇത് രണ്ടും തുല്യം. നേരത്തെ ഒരേ അളവ് എടുത്തുകൊണ്ട് നമുക്ക് തുല്യമായിട്ടാണ് വരച്ചത് തന്നെ. ഇത് രണ്ടും തുല്യമാണെന്ന് ഇപ്പം കിട്ടി. ഇനി ത്രികോണങ്ങൾ തുല്യമായാൽ മൂന്നാമത്തെ വശം തുല്യമായിരിക്കും. കൂടാതെ മറ്റ് രണ്ട് കോണുകളും, ഈ ത്രികോണത്തിലെ രണ്ട് കോണുകളും ഈ ത്രികോണത്തിലെ രണ്ട് കോണുകളും തുല്യമായിരിക്കും അല്ലേ? എ സിയുടെ എതിർവശത്തുള്ള കോണാണ് ഡി. ഇവിടെ എ സിയുടെ എതിർവശത്തുള്ള കോണാണ് ബി. ബിയും ഡി എന്തായിരിക്കും? തുല്യമായിരിക്കും. പക്ഷെ നമുക്കിത് സാമാന്തരികമാണെന്ന് തെളിയിക്കാൻ ഈ കോൺ മതി. ഈ കോണും ഈ കോണും, ഈ രണ്ട് കോണുകളും മറുകോണായിട്ട് വരും അല്ലേ? നോക്കിക്കേ, ത്രികോണങ്ങള് തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായി. നമുക്ക് എഴുതാം. കോൺ, ഈ കോണിന്റെ പേര് ബി എ സി. ബി എ സി സമം കോൺ എ സി ഡി. കോൺ എ സി ഡി. കാരണം എന്താണ്? തുല്യ ത്രികോണങ്ങളായതുകൊണ്ട്. തുല്യ ത്രികോണം. തുല്യ ത്രികോണം. അപ്പം ബി എ സിയും
എ സി ഡിയും തുല്യ കോണുകളാണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, നോക്കിക്കേ, ഈ രണ്ട് വശങ്ങളും തുല്യം, ഇതും തുല്യം, ഇതിന്റെ ഇടയിലുള്ള കോണുകള് തുല്യം, അത് മറുകോണായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പില് എന്ത് എഴുതാം, ഇത് സി ഡിയും എ ബിയും സമാന്തരമാണെന്ന് എഴുതാം. അതായത് സമാന്തരമാണ്. Therefore, സി ഡി സമാന്തരം, സി ഡി സമാന്തരം, അപ്പൊ സി ഡി എ ബിക്ക് സമാന്തരമാണ്, ഇതാ ഇവിടെ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പം ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായാൽ എന്തായിരിക്കും, സാമാന്തരികമായിരിക്കും. Therefore, ABCD ഒരു സാമാന്തരികമാണ്, ഒരു സാമാന്തരികമാണ്. ABCD ഒരു സാമാന്തരികമാണെന്ന് തെളിഞ്ഞു. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഈ മൂന്നാമത്തെ ചോദ്യം വായിക്കാം. ചിത്രത്തിലെ ചതുർഭുജത്തിൽ ABCD എന്നീ വരകൾ സമാന്തരമാണ്. AB-യുടെ മധ്യബിന്ദുവാണ് M. അതില് രണ്ട് പാർട്ടുണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, AMCD, ഇത് AMCD, MBCD, ഇത് MBCD എന്നീ ചതുർഭുജങ്ങൾ സാമാന്തരികങ്ങളാണ്. എന്തുകൊണ്ട്? ഈ ചതുർഭുജവും ഇങ്ങനെ വരുന്ന ഈ ചതുർഭുജവും സാമാന്തരികങ്ങളാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, AMD, ഈ ത്രികോണം, MBC, ഈ ത്രികോണം, പിന്നെ ഒരു ത്രികോണമുണ്ട് DCM. ഈ എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം, AMCD, MBCD എന്നീ ചതുർഭുജങ്ങൾ സാമാന്തരികങ്ങളാണോ? എന്തുകൊണ്ട്? സാമാന്തരികങ്ങളാണോ? എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ വെച്ച് നമുക്ക് ആദ്യം ഇത് തെളിയിക്കാൻ നോക്കാം. അപ്പം ചോദ്യത്തില് പറയുന്നുണ്ട് AB സമാന്തരം CD, AB സമാന്തരം CD. അങ്ങനെയാണെങ്കിൽ AM-ഉം CD-ക്ക് സമാന്തരമല്ലേ? മൊത്തം വര ഇതിന് സമാന്തരമാണെങ്കിൽ അതിന്റെ പകുതി ആയാലും ഇത് സമാന്തരമായിരിക്കും. ഇത് സമാന്തര വരകളാണ്. അപ്പൊ അതിന്റെ പകുതി എടുത്താൽ ഇത് സമാന്തരമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം AM-ഉം ഏതിന് സമാന്തരമാണ്? CD-ക്ക് സമാന്തരമാണ്. കൂടാതെ എന്താ പറയുന്നുണ്ട്, AB-യുടെ മധ്യബിന്ദുവാണ് M. AB-യുടെ മധ്യബിന്ദുവാണ് M. മധ്യത്തിലുള്ള ബിന്ദു, മധ്യബിന്ദുവാണ്. അപ്പൊ AB-യുടെ മധ്യബിന്ദു M ആയതുകൊണ്ട് AB-യുടെ മൊത്തം നീളത്തിന്റെ പകുതി ആയിരിക്കത്തില്ലേ മധ്യത്തിലുള്ള ബിന്ദു? 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്ററും ഇവിടെ 3 സെന്റിമീറ്ററും ആയി. അതായത് AM സമം MB സമം 3 സെന്റിമീറ്റർ. ഈ AMCD എന്ന ചതുർഭുജം പരിഗണിച്ചാല് നമുക്ക് എന്ത് കിട്ടി? എതിർവശങ്ങൾ തുല്യമാണെന്നും കിട്ടും. പിന്നെന്ത് കിട്ടും? ഇത് സമാന്തരമാണെന്നും കിട്ടും. AMCD പരിഗണിച്ചാൽ, ചതുർഭുജം എന്ന് എഴുതിയിട്ടില്ല, ചതുർഭുജം AMCD ആണ്. AMCD പരിഗണിച്ചാല് AM സമം CD കൂടാതെ AM സമാന്തരം CD. മനസ്സിലായോ? അപ്പം ഈ ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും AM-ഉം CD-യും തുല്യമാണ്. AM-ഉം CD-യും സമാന്തരമാണ്. ഇനി നമുക്ക് എന്തുകൂടി തെളിയിക്കണം? ഈ രണ്ട് വശങ്ങൾ,
ഈ രണ്ട് വശങ്ങള് തുല്യമാണെന്നും അവ സമാന്തരമാണെന്നും നമുക്ക് തെളിയിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഇത് DM വികരണമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചാൽ മതി. എന്ത്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും എടുക്കുക. ത്രികോണം AMDM, ത്രികോണം AMD. പിന്നെ അടുത്ത ത്രികോണം AMD CMD. ത്രികോണം AMDയും ത്രികോണം CMDയും പരിഗണിച്ചാല് നോക്കിക്കേ, AM-ഉം CD-യും തുല്യമാണ് അല്ലെ? AM-ഉം CD-യും തുല്യം. എന്താ ഇവിടെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. AM-ഉം CD-യും തുല്യം. പിന്നെ DM സമം DM അല്ലെ MD സമം MD. രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ള ഒരു വശമാണ് അല്ലെ? അപ്പം DM സമം അല്ലെങ്കിൽ DM സമം DM. രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ള വശം. ഇതൊന്നുകൂടി ഇങ്ങോട്ട് എഴുതാം. AM സമം CD. നമ്മളിവിടെ തെളിയിച്ചതാണ്. AM-ഉം CD-യും തുല്യമാണ്, നമ്മൾ ഇവിടെ കാണിച്ചതാണ്. അപ്പൊ AM സമം CD-യും DM സമം DM-ഉം. പിന്നെ ഇപ്പം രണ്ട് വശങ്ങളായില്ലേ? നോക്കിക്കേ, AM-ഉം കിട്ടി. അപ്പൊ അവയുടെ ഇടയിലുള്ള കോൺ ഈ രണ്ട് വശത്തിന്റെയും ഇടയിലുള്ള കോൺ നോക്കിയേ, ഇത് രണ്ടുമല്ലേ? ഈ വശങ്ങൾ സമാന്തരമായതുകൊണ്ട് ആ കോണുകൾ തുല്യമല്ലേ? അതെ, അതും കൂടെ നമുക്ക് എഴുതാം. therefore കോൺ AMD ഈക്വൽ കോൺ CDM. എന്താണ്? വരകൾ സമാന്തരമായതുകൊണ്ട് എന്താണ്? ഏതുതരം കോണാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് മറുകോണുകൾ തുല്യം. അപ്പൊ നമുക്ക് മൂന്ന് കാര്യങ്ങളായി. നമുക്ക് ഉടനെ എഴുതാൻ, ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. therefore ത്രികോണം AMD, ത്രികോണം CMD ഇവ തുല്യ ത്രികോണങ്ങളാണ്. അപ്പം ത്രികോണങ്ങള് തുല്യമാണെന്ന് കിട്ടി. ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അവയുടെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. കൂടാതെ മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും. AMDയും CMDയും തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് നമുക്ക് എന്താ പറയാം? AD സമം CM. AD സമം CM. ADയും CMഉം തുല്യം. ഇനി നമുക്ക് എന്തുകൂടി പ്രൂവ് ചെയ്യണം? DAM, ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് തെളിയിക്കാം. അതായത് എതിർ കോണുകളായിട്ടാണ് വരിക. ഇവ തുല്യമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാം? ഇവ സമാന്തരമാണെന്ന് തെളിയും. കോൺ DAM ഈക്വൽ കോൺ DCM. ഇവ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇവ സമാന്തരമാണ്. ഏതൊക്കെ വരാം? AD സമാന്തരം CM.
എ ഡി സമം സി എമ്മും എ ഡി സമാന്തരം സി എമ്മും ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇതൊരു സാമാന്തരികമാണ്. അപ്പൊ സാമാന്തരികത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരമാണ്. അതുപോലെ തന്നെ മറ്റേ ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരം. അപ്പൊ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യവും സമാന്തരവുമായതിനാൽ ചതുർഭുജം AMCD ഒരു സാമാന്തരികമാണ്. AMCD എന്ന ചതുർഭുജം സാമാന്തരികമാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു സാമാന്തര്യത്തിന്റെ കഴിഞ്ഞു, ഇനി അടുത്ത സാമാന്തര്യത്തിനോട് നമുക്ക് തെളിയിക്കണം. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ചതുർഭുജം MBCD ഒരു സാമാന്തരികമാണ്. MBCD. അപ്പൊ ഈ ചതുർഭുജം എടുക്കുകയാണെങ്കിൽ CD 3 സെന്റിമീറ്റർ, MB 3 സെന്റിമീറ്റർ. ആ തുല്യമല്ല. അപ്പൊ അതങ്ങ് എഴുതാം. MB = CD = 3 സെന്റിമീറ്റർ. പിന്നെ നമുക്കിത് സാമാന്തരികമാണ് തെളിയിക്കണം. DCയും MBയും സമാന്തരമാണ്. MB സമാന്തരം CD. അപ്പം വശങ്ങൾ തുല്യവും സമാന്തരമാണെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് വശങ്ങളും തുല്യവും സമാന്തരമാണെന്ന് തെളിയിക്കണം. അത് നമ്മൾ ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. ഈ രണ്ട് ത്രികോണങ്ങൾ എടുത്തിട്ട് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞാൽ മതിയാകും. അപ്പം ത്രികോണം MBC, ത്രികോണം MBCയും ത്രികോണം DCയും, ഈ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ പരിഗണിച്ചാല് ഈ രണ്ട് വശങ്ങളും തുല്യം അല്ലേ? MB = DC. പിന്നെ CM എന്നുള്ളത് പൊതുവായിട്ടുള്ള വശമാണ് അല്ലെ? CM എന്നുള്ളത് പൊതുവായിട്ടുള്ള വശമാണ്. CM പൊതുവശം. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ട് വശങ്ങൾ കണ്ടേ, ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തുകൂടി തെളിയിച്ചാൽ മതിയായിരിക്കും? അവയുടെ ഉൾക്കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ ഉൾക്കോണം എന്ന് പറയുമ്പോൾ അതായത് സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഈ കോണും എന്തായിരിക്കും? ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അത് നമുക്ക് എഴുതാം. കോൺ, അതേ ത്രികോണം എടുക്കാം. കോൺ BMC = കോൺ DCM. എന്താണ്? അപ്പൊ ഇത് എന്തായിട്ട് വരും? മറുകോണായിട്ട് വരും. എന്തായിട്ട് വരും? മറുകോൺ. വരകള് സമാന്തരമായതുകൊണ്ട് MB സമാന്തരം CD ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അവ മറുകോണായിട്ട് വരും. ഇപ്പൊ മൂന്ന് കാര്യങ്ങളായില്ലേ? 1, 2, 3. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. ത്രികോണം MBC, ത്രികോണം DCM ഇവ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ രണ്ട് വശം നമുക്ക് തുല്യം കിട്ടി. മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അപ്പൊ ഈ രണ്ട് വശങ്ങളും തുല്യം. അത് നമുക്ക് എഴുതാം. BC = MD. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? തുല്യ ത്രികോണം. തുല്യ ത്രികോണങ്ങളാകുമ്പോൾ അവയുടെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. ഇനി കോണുകൾ കൂടെ നമുക്ക് നോക്കാം. DCയും MBയും സമാന്തരമാണ് അല്ലെ? അപ്പൊ CM എന്നുള്ള വശത്തിന്റെ എതിരെയുള്ള കോണാണ് കോൺ B. അതേപോലെ ഇപ്പുറത്തെ ത്രികോണത്തിൽ CM എന്നുള്ള വശത്തിന്റെ എതിരെയുള്ള കോണാണ് D. അപ്പൊ കോൺ Bയും കോൺ Dയും
തുല്യം. കോൺ ബിക്ക് കോൺ എം ബി സി എന്ന് എഴുതാം. കോൺ എം ബി സി സമം കോൺ സി ഡി എം. തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാം, ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് എം ഡിയും ബി സിയും സമാന്തരമാണ്. ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ബി സി സമാന്തരം എം ഡി. ബി സി സമാന്തരം എം ഡി ശരിയായില്ലേ? അപ്പൊ ബി സി സമാന്തരം എം ഡി, ബി സി സമം എം ഡി എന്നിവിടെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ എഴുതാം, എം ബി സി ഡി ഒരു സാമാന്തരികമാണ്. എം ബി സി ഡി എന്ന ചതുർഭുജം എഴുതല്ലേ? എം ബി സി ഡി എന്ന ചതുർഭുജം ഒരു സാമാന്തരികമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത്, ഇനി സെക്കൻഡ് പാർട്ടില് എന്താണ്, കോണുകളുടെ അളവൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതും കൂടി നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എല്ലാ കോണുകളുടെയും അളവുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ 3 ത്രികോണങ്ങളുണ്ട്. ഈ 3 ത്രികോണങ്ങളുടെയും കോണുകളുടെ അളവ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാർട്ടില് ത്രികോണ എ എം ഡി, ത്രികോണ എം ബി സി, ത്രികോണം ഡി സി ഇവയുടെ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, കോൺ ബിയും കോൺ ഡിയും തുല്യം. ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, 60 ആയിരിക്കും. എത്രയായിരിക്കും? 60 ആയിരിക്കും. ചിത്രത്തിൽ തന്നെ എഴുതിയിട്ട് പിന്നെ ഇങ്ങോട്ട് എഴുതാം. അപ്പൊ ഇവിടെ 60 ആയിരിക്കും അല്ലേ? പിന്നെ ഈ രണ്ട് കോണുകളും തുല്യം നമ്മൾ തെളിയിച്ചില്ലേ? ഇവിടെ 40 ആകുമ്പോ ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഇനി നമുക്ക് കിട്ടാനുള്ള കോണുകൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഈ ത്രികോണത്തില് ഇത് രണ്ടും തുല്യമല്ലേ? ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെയും 60. പിന്നെ ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 വെച്ചിട്ട് ഈ കോൺ കണ്ടുപിടിച്ചൂടെ? നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ത്രികോണ എ എം ഡിയില് ഇത് 60 ആയതുകൊണ്ട് ഇത് 60 നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ആ രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അതായത് മറുകോണുകൾ തുല്യം. അതാ നമുക്ക് എഴുതാം, ആംഗിൾ എ എം ഡി ഈക്വൽസ് ആംഗിൾ സി ഡി എം. അപ്പൊ നമുക്ക് എത്രയാണ്? അത് രണ്ടും 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയല്ലേ? ഇനി നമുക്ക് ഈ ത്രികോണത്തിൽ തന്നെ ഈ മൂന്നാമത്തെ കോൺ കണ്ടുപിടിച്ചൂടെ? ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് വെച്ചിട്ട് നമുക്ക് എ ഡി എം കണ്ടുപിടിക്കാം. ആംഗിൾ എ ഡി എം ഈക്വൽസ് 180 മൈനസ് 40 പ്ലസ് 60 സമം 180 മൈനസ് 100 സമം 80 ഡിഗ്രി എന്ന് കിട്ടി. എത്ര കിട്ടി? 80 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് 80 എന്ന് കിട്ടി. കോൺ എ ഡി എം 80 ആയതുകൊണ്ട് ഡി എം സി എന്തായിരിക്കും? കോൺ ഡി എം സി 80 എന്താണ്? മറുകോണുകൾ തുല്യം. ഇനി നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? അപ്പൊ ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കിട്ടി. ഇവിടെ നമ്മള് 80 നമുക്കിപ്പോ കിട്ടി. അപ്പൊ ഈ ത്രികോണത്തിലെ എല്ലാമായി. ഇനി ഇത് രണ്ടും തുല്യമല്ലേ? ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പൊ ത്രികോണം എം ബി സി
ത്രികോണ MBCയില് കോൺ DCM എത്ര 40 ഡിഗ്രി. അതുകൊണ്ട് കോൺ CMB 40. ഇവിടെ 60 നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? അല്ല, തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഈ കോൺ നമുക്കറിയത്തില്ലേ എത്ര? 40 60 കഴിഞ്ഞ ഇതെത്ര? 100 ആയിരിക്കും അല്ലേ? കോൺ BCM 180 മൈനസ് 60 പ്ലസ് 40 സമം 80 ഡിഗ്രി. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാ കോണുകളും കിട്ടി. ഇതിൻ്റെ അകത്ത് നമ്മള് ചിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോൺ BCM ഇതൊക്കെ എഴുതിയിട്ടുള്ളതാ. 40 ഡിഗ്രി. പിന്നെ കോൺ MDC 60 ഡിഗ്രി. പിന്നെ കോൺ CMD എത്ര കിട്ടിയത്? 80 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് സെക്കൻഡ് പാർട്ട്. എല്ലാ കോണുകളും 3 ത്രികോണത്തിന്റെയും കണ്ടുപിടിക്കുന്നത്. അപ്പൊ വലിയൊരു ചോദ്യമാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.